നീ എവിടെ പോവാ? ഷമീൻ്റെ അടുത്താണോ? നമ്മൾ ഒരേപോലത്തെ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെയല്ലേ വണ്ടിയില്ലേ? ഇവിടെയാ വണ്ടി ഇവിടെയാ. അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് അമ്പലത്തിൽ പോകുന്ന എന്തുകൊണ്ടാന്നറിയോ? അതും ഈ ഒരു നൈറ്റിൽ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ റീസൺ എന്താ സുജു? ഒച്ചത് പറ, കേൾക്കുന്നില്ല. വ്യൂവേഴ്സ് കേക്കട്ടെ. ആരുടെ? ഓക്കെ, നമ്മുടെ സുജുവിന്റെ ബർത്ത്ഡേ ആണ്. നീലു, നമ്മൾ എവിടെ പോവാ നീലു? ഷാമീന്റെ അടുത്തല്ലേ പോന്നെ? ആരടുത്ത്? മാമേന്റെ അടുത്തോ? അല്ല, നമ്മള് ഷാമീന്റെ അടുത്ത് പോന്ന് പറഞ്ഞല്ലോ. ഷാമീനെ കാണാൻ പോവാണോ? ആ, ഷാമിക്ക് കൊടുക്കാൻ പൈസ എടുത്തനോ നീലു? കാണിച്ച പൈസ ഉണ്ടോ കയ്യില്? ആ, നീലു കയ്യില് പൈസ ഉണ്ടല്ലേ. നീലു എന്തിനാ ഷാമിനെ കാണാൻ പോന്നെ? ആ, 2 പൈസ ഉണ്ടോ? 2 പൈസ ഷാമിക്ക് കൊടുക്കണേ. അയ്യോ വീണോമ എടുത്തടാ. അമ്പലത്തിലെത്തിട്ടോ. അമ്പലത്തിൽ ഭയങ്കര തിരക്കുണ്ട്, കാരണം പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. നമ്മളെ ചെരുപ്പൊക്കെ വെക്കുന്ന സ്ഥലം. ആന എവിടെയാ കണ്ണാ? അവിടെ ഉണ്ടാ? ഓക്കെ ഓക്കെ, ഇത് കഴിച്ചിട്ട് ആനന്റെ അടുത്ത് പോവാ കേട്ടോ. ഓക്കെ, ഇത് തിന്നിട്ടാണ് ആനന്റെ അടുത്ത് പോകേണ്ടത്. അവിലാണ്, അവിലാണ് കേട്ടോ. അവിലാണ് പ്രസാദം. ഉണ്ണിക്കണ്ണ അവില് കഴിക്ക്. അവില് കഴിക്ക്. അപ്പൊ ഗൈസ്, നമ്മളിപ്പം കാനും അയ്യപ്പ ടെമ്പിളിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അകത്ത് എനിക്ക് തോന്നുന്നു അയ്യപ്പന്റെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അതിന് ആൾക്കാരൊക്കെ വന്നിട്ട് ഭജന നടക്കുന്നുണ്ട്. പിന്നെ പുറത്താണെങ്കിലും നല്ല തിരക്കുണ്ട്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലത്തെ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്നൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ കാനു ടെമ്പിളിലത്തെ ഒരു സറൗണ്ടിങ് ഏരിയ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ആനയാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീലുവിനൊക്കെ ആനേന, ഇങ്ങനെയാണ് ആനേന. നാട്ടിൽ പോയപ്പോൾ പൂരത്തിന് നേരിട്ട് കണ്ടു. പക്ഷെ ഇവിടുന്ന് ഈ ആനേനെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അവന് പെട്ടെന്ന് തന്നെ നടക്കുന്ന ആനേനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം ആദ്യം നീലു കണ്ടൊരു ആന ഇതാണ് കേട്ടോ, ആന എന്നുള്ളൊരു. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഈ ആനേൻ്റെ അടുത്ത് പോയിട്ട് കളിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം ഇത് ക്ലോസ് ചെയ്തിട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. ോ പൂക്കളൊക്കെ ഉണ്ട്, മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. ഒരെണ്ണം പറിച്ചാലോ? അമ്പലത്തിൽ പൂ പറിക്കാൻ പാടില്ലെന്നാണ്, എന്നാലും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ തെച്ചിപ്പൂവുണ്ട്, അതുപോലെ റോസ്, അങ്ങനെ കുറേ തുളസി, പലതരത്തിലുള്ള തുളസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. മതി കുറേ വെക്കണ്ട, ഒന്ന് വെച്ചാൽ മതി. അച്ഛനെ കാണിച്ചു കൊടുത്തേ, കുറി തൊട്ടിട്ട് സുന്ദരനായിട്ട്. അപ്പോ ഇത് കണ്ടോ, നല്ല അടിപൊളി മുല്ലയാണ് കേട്ടോ. മുല്ല ഇങ്ങനെ വിരിഞ്ഞിരുന്നിട്ടുണ്ട്. അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ശരിക്കും മനസ്സ് നിറയെ നല്ല പോസിറ്റീവ് വൈബ്സാണ്. അമ്പലത്തിൽ വന്നാൽ എപ്പോഴും എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ബഹ്റൈനിലെ കാനു അയ്യപ്പ ടെമ്പിൾ, എല്ലാവരും വിസിറ്റ് ചെയ്യാം കേട്ടോ.